ഹലോ, കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചു. ഇത് കുറച്ച് ദിവസം മുന്നേ ചെയ്ത് വെച്ചാണ്. ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗ് ഇടുന്നതിന് മുന്നേ ചെയ്ത വീഡിയോ ആണ്. പക്ഷേ എഡിറ്റ് ചെയ്യാനും എനിക്ക് അങ്ങനെ ഒരു മടി കാരണം ഇത്രയും ഡിലേ ആക്കിയതാണ്. അപ്പോൾ ഇന്നെന്തായാലും ഒരു വീഡിയോ ഇടാമെന്ന് വെച്ച് അങ്ങ് പെട്ടെന്ന് എഡിറ്റ് ചെയ്തതാണ്. ഇന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ, അതായത് ഈ വ്ളോഗ് കാണിക്കുന്ന ദിവസം 2 ദിവസമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഒരു സൺഡേ ആയിരുന്നു. അപ്പോൾ വേറെ പ്ലാനിങ്ങും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഇന്ന് നോക്കിയപ്പം രാവിലെ എണീറ്റപ്പോൾ നല്ല വെയിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഴ വന്നത്. ഒരു വേനൽ മഴ കിട്ടേണ്ട ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, ഒരു റിലീഫായിരുന്നു. ഇപ്പം ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ മഴയൊക്കെ കണ്ടുകൊണ്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ ഇത് ആക്ച്വലി ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തതാണ്. ഞാൻ വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഓൺലൈനിൽ നിന്ന് വാച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു നോട്ട് പാഡ്സ് ഒക്കെ ഇട്ട് വയ്ക്കാൻ, വളരെ കുഞ്ഞു പെട്ടിയല്ലേ, അപ്പം നോട്ട് പാഡ്സ് അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ ഒരു കുഞ്ഞ് ഓർഗനൈസർ സെറ്റപ്പ് ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഓപ്പണിങ്സും അതിൻ്റെ എഡ്ജസും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കാൻ വേണ്ടി സിസേഴ്സ് എടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനത്തെ ഓർഗനൈസർ സംഭവങ്ങൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം വേറൊരു ഐഡിയാസും കിട്ടിയിട്ടല്ല. ഇപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് ഓർഗനൈസർ സെറ്റപ്പ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ എഡ്ജസൊക്കെ ചെറുതായിട്ട് ഇളക്കിയിട്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാനാണ് പ്ലാന്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മഴയെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു കുറച്ച് നേരം. അപ്പം 2 സെക്ഷനാക്കി എന്തെങ്കിലും നോട്ട് പാഡ്സ് ഇട്ട് വയ്ക്കാനും അടുത്ത സ്പേസിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. അടുത്ത സ്പേസിൽ ഗ്ലൂവോ അങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് വയ്ക്കാനായിരുന്നു പ്ലാന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഈ എഡ്ജസിലുള്ള ഭാഗം തന്നെ എടുത്തിട്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഇതാക്കി മാറ്റുമായിരുന്നു. അപ്പോൾ ആദ്യം അതിൻ്റെ സൈഡിലുള്ള സാധനങ്ങൾ ഒട്ടിച്ചു കൊടുക്കണമല്ലോ, എങ്കിലല്ലേ ഓർഗനൈസർ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇത് ഒട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഇത് ഒരുപാട് നേരം എടുത്തു. രാവിലെ തുടങ്ങിയതാണ്, ഈവനിങ് ആണ് തീർന്നത്. ഈവനിങ് തീർന്നെന്ന് പറയാൻ പറ്റൂല, ഒരുവിധം ഓക്കെയാണ്. എന്നിട്ട് പിറ്റേ ദിവസവും ഞാൻ എണീറ്റിട്ട് ഇതേ സംഭവം തന്നെ ചെയ്തത്. എനിക്ക് കുറച്ച് ക്ഷമ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് ഇതിൽ ചെന്ന് പിടിക്കുക എന്നുള്ള ഒരു ത്വര ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ഒട്ടാനുള്ള സമയം കൊടുക്കാത്തതുകൊണ്ടാണ് ആക്ച്വലി. അപ്പോൾ പെട്ടെന്ന് ചെന്നത് പിടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇളകിപ്പോവും. പ്രത്യേകിച്ച് ആ സൈഡ് സെക്ഷൻ വെച്ചിട്ട് നമ്മൾ തോട്ടൊട്ടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണെങ്കിൽ ഇരിക്കുകയില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടു പോയി, കാരണം ഒരുപാട് ഗ്ലൂ വേസ്റ്റായി. ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ചെന്ന് പിടിക്കും. അപ്പോൾ എന്നിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് നോക്കും, ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലും ഇട്ട് നോക്കും. അപ്പോഴത്തേക്ക് വീണ്ടും അത് മറിഞ്ഞങ്ങ് വീഴും. എങ്ങനെയൊക്കെ ഒരു വിധമൊക്കെ ശരിയാക്കി ഒട്ടിച്ചൊക്കെ എടുത്തു. അപ്പം അതിനകത്തിരുന്ന ഒരു തെർമോക്കോൾ വെച്ചിട്ടൊരു ഡിസൈൻ പോലെ ചെയ്യാമെന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇതിനെ ഒട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള കളേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ തെർമോക്കോൾ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ പോലെ ചെയ്യാമെന്ന് വെച്ച് അതൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ചെയ്തു വന്നപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് വേറെ കാര്യം. എന്നാലും ഇത് ഇഷ്ടപ്പെടുന്നതിന് മുന്നേ ഒരു ട്രൈയിങ് ഉണ്ടല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രൈയിങ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ ചെയ്യാൻ തുടങ്ങിയതാണ്, ഈവനിങ് ആയി. അപ്പോൾ ഒരു ചായ കിട്ടി. ചായയുടെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു, കുട്ടിപ്പപ്പടം. കുട്ടിപ്പപ്പടം കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ അതുകൂടെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ചെയ്ത് വന്നിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ ആയി, കുഴപ്പമില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു റിഗ്രറ്റ് തോന്നി, തെർമോക്കോൾ വെച്ചിട്ട് ചെയ്യണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഷെയ്ഡിലൊരു കളർ ടേപ്പ് ഉണ്ടല്ലോ, അഡസീവ് ടേപ്പ് വെച്ചിട്ട് തന്നെ ഞാൻ ആ തെർമോക്കോളിനൊന്ന് ഓവർലേ ചെയ്ത് ഒന്ന് ചുറ്റി ഒട്ടിച്ചു വെച്ചു. അപ്പോൾ അത് ഓക്കെ ആണ്. അതായത് ആ കളറിൻ്റെ ഷെയ്ഡ് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പം ഞാൻ ആ വാച്ചിൻ്റെ പെട്ടിയിലുണ്ടായിരുന്ന ആ എഡ്ജ് വെച്ചിട്ട് തന്നെ ഈ ട്രയാങ്കുലർ ഷേപ്പിലാക്കി ഇങ്ങനെ കണ്ണും വായുവൊക്കെ പറ്റുന്ന ഒരു ഡിസൈനിൽ അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച ഒരു ഡിസൈൻ കൊണ്ടാണോ
എനിക്ക് ആ ഒട്ടിച്ചതിൽ അങ്ങോട്ട് പെർഫെക്ഷൻ കിട്ടിയില്ലെങ്കിലും ഈ കണ്ണും മൂക്കും ഒക്കെ വരച്ച് ഒരു രീതിക്കൊക്കെ ഡിസൈൻ ചെയ്ത് ഒട്ടിച്ചപ്പം എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ ഇത് ഓക്കെ ആവുന്നതിനേക്കാൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കണം, അതാണ് വേണ്ടത് മെയിനായിട്ട്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ നോട്ട് പാഡ്സും ബാക്കിൽ ആയിട്ട് വെച്ചു, 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. എന്നിട്ട് ഗ്ലൂവും ഒരു സിസറും കൂടെ എടുത്ത് വെച്ച് നോക്കി. വലിയ സിസർ വയ്ക്കാൻ അതിനകത്ത് പറ്റില്ല, അപ്പോൾ കുഞ്ഞ് സിസർ വെച്ച് കൊടുത്തു. അപ്പോൾ എനിക്ക് സംഭവം സെറ്റായിട്ട് തോന്നി. കാരണം ഞാൻ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സാധനമാണ് ഓർഗനൈസർ. ബാക്കിയൊക്കെ പല ക്രാഫ്റ്റും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഓർഗനൈസർ സംഭവം ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണം. അപ്പോൾ എനിക്കിത് പെർഫെക്റ്റായിട്ട് തോന്നി. ഞാൻ പറഞ്ഞല്ലോ, ആ ഒട്ടിച്ച സംഭവം എനിക്കത്ര പെർഫെക്റ്റായിട്ട് തോന്നിയില്ലെങ്കിലും ആ ഡിസൈന് കൊണ്ട് കാണാൻ ഒരു ചേലുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്കിഷ്ടമായി, യൂസ്ഫുള്ളായിട്ടും തോന്നി. പിന്നെ നോക്കിയപ്പം 2 ദിവസത്തെ പണിയുണ്ടായിരുന്നു ടേബിളിൽ. എന്താ കുറേ അലമ്പാക്കിയിട്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ കുറേ വേസ്റ്റായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ എനിക്കിഷ്ടപ്പെടില്ല, പിന്നെ ഒന്നും ചെയ്യാനും തോന്നില്ല. അതുകൊണ്ട് തന്നെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് സെറ്റപ്പാക്കി എടുത്തു. അപ്പോൾ ടേബിള് കാണാൻ ഒരു വൃത്തി വന്നതിന് ശേഷം ഒരു റിലാക്സിങ് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ഒരു ഐഡിയാസൊക്കെ ആലോചിച്ച് ഞാൻ വരുന്നത് വരേക്കും